മലയാളത്തിലെ മിനി സ്ക്രീൻ താരങ്ങളോടെല്ലാം ആരാധകർക്ക് വലിയ സ്നേഹമാണ്. നമ്മുടെ വീട്ടിലെ ഒരാളെപ്പോലെ തന്നെയാണ് എല്ലാവരും ഈ ആരാധകരെല്ലാവരും തന്നെ സീരിയൽ താരങ്ങളെ കാണുന്നത്. സിനിമാ താരങ്ങളോടുള്ളതിനേക്കാൾ ഒരു പടി ഇഷ്ടം ഈ മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഈ സീരിയൽ താരങ്ങളോടുണ്ട്. പ്രത്യേകിച്ചും നായകമാരോടും നടന്മാരോടുമെല്ലാം. അമ്മായിയമ്മ പോരെടുക്കുന്ന നടിയാണെങ്കിൽ അതേപോലെ തന്നെ റോഡിൽ വെച്ച് കണ്ടാലും മലയാളി പ്രേക്ഷകർ അവരോട് കാണിക്കാറുമുണ്ട്. മലയാളി മിനി സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റോളുകളിൽ പ്രത്യക്ഷപ്പെട്ട താരം ഒരുപക്ഷെ ബീന ആന്റണി ആണെന്ന് വേണമെങ്കിൽ പറയാം. മൗനരാഗം എന്ന സീരിയലിൽ ശരിക്കും പറഞ്ഞാൽ 5-6 വർഷമായി വില്ലത്തി പരിവേഷത്തിലായിരുന്നു നടി. തുടക്കം തന്നെ നോട്ടത്തിലും ഭാവത്തിലും എല്ലാം തന്നെ ഒരു വില്ലത്തി തന്നെയാണ് ബീന ആന്റണി. മൗനരാഗത്തിലെ കാസ്റ്റിംഗിൽ ഏറ്റവും മികച്ച ഒരു കാസ്റ്റിംഗ് തന്നെയായിരുന്നു ബീന ആന്റണിയുടേത്. ഒന്ന് രണ്ട് സിനിമകളിൽ അല്ലെങ്കിൽ കുറച്ച് സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ റോളുകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നല്ലാതെ മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് ഒരു വലിയ റോളിലൊന്നും ബീന ആന്റണി ഇതുവരെയും എത്തിയിട്ടില്ല. ബീന ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആഗ്രഹം തന്നെയാണ്. കാരണം പല താരങ്ങളും ബിഗ് സ്ക്രീനിൽ നിന്നും മിനി സ്ക്രീനിലേക്കും മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്കും എത്തിയിട്ടുണ്ട്. നമ്മുടെ മിയ ജോർജ് ഉൾപ്പെടെ മിനി സ്ക്രീനിൽ നിന്നാണ് ബിഗ് സ്ക്രീനിൽ നായികയായിട്ട് എത്തിയത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ സ്വാസ്തിക സീത എന്ന സീരിയലിൽ അടിപൊളി അഭിനയം കാഴ്ചവെച്ചതിന് ശേഷമാണല്ലോ സ്വാസിക ഇന്ന് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം അറിയപ്പെടുന്ന നായികയായിട്ട് മാറിയത്. എത്രയെത്ര മനോഹരമായ റോളുകളാണ് സ്വാസിക ഇതിനകം തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത്. അതേ വഴി തന്നെ പിന്തുടരുകയാണ് ബീന ആന്റണിയും. ചിദംബരത്തിന്റെയും ഗണപതിയുടെയും അമ്മയായി അഭിനയിച്ച ബാലനിലൂടെ സിനിമയിലേക്ക് തിരിച്ചു വരികയാണ് ബീന ആന്റണി. മൗനരാഗം അവസാനിച്ച ശേഷമാണ് ബീന ആന്റണിയെ തേടി ഈ സൗഭാഗ്യം വന്നെത്തിയത്. എന്താണെങ്കിലും മൗനരാഗം എന്ന സീരിയലിൽ ഈ നെഗറ്റീവ് റോളിലെത്തിയ ബീന ആന്റണിക്ക് ഇനി മുന്നോട്ട് സിനിമയിൽ നിന്നും ധാരാളം റോളുകൾ എത്തട്ടെ, ധാരാളം വേഷങ്ങൾ എത്തട്ടെ എന്നാണ് ആരാധകരും പറയുന്നത്. മലയാള ടെലിവിഷനിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സീരിയലുകളെക്കുറിച്ച് പ്രധാനമായും ഉയരുന്ന പരാതി വിനോദം എന്നതിനപ്പുറം സീരിയലുകളും അതിലെ ടോക്സിക് സീനുകളും ആളുകളിൽ സ്വാധീനം ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല സീരിയലിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ആഡംബര വസ്ത്രങ്ങൾ ധരിച്ച് അഭിനയിക്കുന്നതിന് എതിരെയും വിമർശനം ഉയരുന്നുണ്ട്. കരച്ചിൽ ഉറക്കം പോലെയുള്ള സീനുകളിൽ ഹെവി മേക്കപ്പിന്റെയും പട്ടുസാരിയുടെയും ആവശ്യമുണ്ടോ എന്നാണ് സീരിയൽ വിമർശകർ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യം. അങ്ങനെയുള്ള വേഷങ്ങൾ ധരിച്ചു കഴിയുമ്പോൾ എന്ത് നല്ല സാരിയാണ് കുട്ടി ഉടുത്തിരിക്കുന്നത്, എന്ത് നല്ല ആഭരണങ്ങളാണ് എന്നുള്ള തരത്തിലെ കമന്റ്സുകളാണ് ലഭിക്കാറുള്ളതെന്നാണ് ബീന ആന്റണി പറയാറുള്ളത്. തങ്ങളുടെ അത്തരത്തിലുള്ള വസ്ത്രധാരണം ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ടെന്ന് സീരിയൽ താരം സംഗീത ശിവനും പറയുന്നു. സാധാരണക്കാരന്റെ ലൈഫ് മാത്രം നിങ്ങൾക്ക് കണ്ടാൽ മതിയോ? സാധാരണക്കാരന്റെ ലൈഫ് കാണേണ്ടവർ ഉപ്പും മുളകും കണ്ടോളൂ. അത് മാത്രമല്ലല്ലോ, അംബാനിയെ പോലെയുള്ളവരുടെ വീടുകളും ഉണ്ടല്ലോ. ഞാൻ അഭിനയിച്ച പഴയ സീരിയലുകളിൽ അധികം ആഭരണങ്ങൾ ധരിക്കുകയോ പട്ടുസാരി ഉടുക്കുകയോ ചെയ്തിട്ടില്ല. ആർക്കാണല്ലെങ്കിലും ഇതെല്ലാം കെട്ടിത്തൂക്കി നടക്കാൻ താല്പര്യം? ക്യാരക്ടറിനനുസരിച്ചാണ് വേഷങ്ങൾ ധരിക്കുന്നതും ഒരുങ്ങുന്നതും. പിന്നെ കാലഘട്ടം മാറിയല്ലോ. ഹിന്ദി ചാനലുകളിലെ സീരിയലുകൾ കണ്ടിട്ടില്ലേ? ആ സീരിയലുകളെ പോലെ മലയാളത്തിലും ആർട്ടിസ്റ്റുകൾ ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്.